ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശൻ്റെ മസാലയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഒടിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ക്യാരറ്റും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം കൂടി ഇവിടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഇതൊന്ന് വാടി വരും. അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ തക്കാളി ഒന്ന് വേഗം വാടി വരും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന ഇതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലേൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിക്കൻ മസാലേൻ്റെ പൊടി എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ എടുത്തു വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ മസാല ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ദോശമാവ് ഞാൻ
രാത്രി അരച്ച് വെച്ചതാണ്. ദോശൻ്റെ ഇത് നല്ല സോഫ്റ്റാണ് ഉണ്ടാവുക. ദോശ കല്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വലിയ ദോശ ആണെങ്കിൽ കുറേ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ദോശയാണ് ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ദോശ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഹോട്ടലിലെല്ലാം കിട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മസാല ദോശയാണ്. എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.